നമസ്കാരം. വിപണിയുടെ തകർച്ചയോ അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യമോ എന്തു തന്നെയായാലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഒരുമിച്ച് നിർത്തുന്ന ഒരു നിശബ്ദ പാർട്ണറാണ് LIC. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയിൽ 2025 LICയുടെ സ്വാധീനം. ഇന്നത്തെ വീഡിയോയിൽ LIC എന്നറിയപ്പെടുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ എക്കണോമിക് എക്കോസിസ്റ്റത്തിൽ എങ്ങനെ ശക്തവും പലപ്പോഴും അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഒരു റോൾ കൊണ്ടു നടക്കുന്നു എന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു. പലരും LIC ഒരു ഇൻഷുറൻസ് പ്രൊവൈഡർ ആയിട്ട് മാത്രമേ കാണുന്നുള്ളെങ്കിലും അതിന്റെ ഒരു സ്വാധീനം സ്റ്റോക്ക് മാർക്കറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ഫിനാൻസ്, ഫണ്ടിംഗ്, സെക്യൂരിറ്റി എന്നിവയിലേക്ക് പോലും വ്യാപിച്ചു കിടക്കുന്നു. 2025 മാർക്കറ്റുകളെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിലൂടെയും ഇന്ത്യയുടെ ഫിനാൻഷ്യൽ അസ്പിറേഷൻ സപ്പോർട്ട് ചെയ്യുന്നതിലും LICയുടെ പങ്ക് കൂടുതൽ നിർണായകമായി വളർന്നിരിക്കുകയാണ്. LICയെ ഇന്ത്യയുടെ സാമ്പത്തിക സ്തംഭമാക്കുന്ന ആ ഒരു നമ്പറുകൾ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്നിവയിലേക്ക് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം. അതിലാദ്യമായി ഏറ്റവും പ്രധാനപ്പെട്ട 5 കാരണങ്ങൾ നോക്കാം. നമുക്ക് LIC അടുത്ത 6 മാസത്തേക്ക് എന്തുകൊണ്ട് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ബുള്ളിഷായി തുടരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാരണങ്ങൾ നമുക്ക് ആദ്യമായി നോക്കാം. ഒന്നാമതായി സ്ട്രോങ് Q4 ഫിനാൻഷ്യൽ ഇയർ 2025 റിസൾട്ട് ആണ്. അതുപോലെ തന്നെ അവരുടെ ഒരു ഡിവിഡൻഡ് അനൗൺസ്മെന്റും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായി. LIC റീസെന്റ് ഒരു 38% ഇയർ ഓൺ ഇയർ ജമ്പാണ് റിപ്പോർട്ട് ചെയ്തത്. ഇത് ഏതാണ്ട് 19,039 കോടി രൂപയായിട്ടാണ് അതിന്റെ പ്രോഫിറ്റ് ജമ്പ് കാണിച്ചു തന്നത്. ഇത്തരത്തിലുള്ള ഒരു സ്ട്രോങ് പ്രോഫിറ്റബിലിറ്റി നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് മുമ്പിലേക്ക് വഴി തുറക്കുന്നു. രണ്ടാമതായി ഇംപ്രൂവിംഗ് സോൾവൻസി റേഷ്യോ, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. LICയുടെ സോൾവൻസി റേഷ്യോ 2.11 ടൈംസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. മാർച്ച് 2025 പാദത്തിലെ കണക്കാണിത്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കണക്കാക്കി കഴിഞ്ഞാൽ 1.98 ഇരട്ടിയാണ് ഈ ഒരു സോൾവൻസി റേഷ്യോയുടെ ഒരു കുതിച്ചുചാട്ടം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ വളരെ നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഡോമിനന്റ് മാർക്കറ്റ് ഷെയർ ആൻഡ് അണ്ടർ പെനട്രേറ്റഡ് മാർക്കറ്റ്. LIC ഏതാണ്ട് 57.05% മാർക്കറ്റ് ഷെയർ ആണ് 2025 മെയിലെ കണക്കനുസരിച്ച് ഇന്ത്യൻ ലൈഫ് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ നിന്ന് അവർ കരസ്ഥമാക്കി വെച്ചിരിക്കുന്നത്. ഒരു വലിയ ഗ്രോത്ത് പൊട്ടൻഷ്യലോട് കൂടി തന്നെ ഒരു റൈസിംഗ് റെസ്പോൺസിബിൾ ഇൻകം അവർക്ക് എപ്പോഴും മുന്നിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത കാരണം. നാലാമതായി നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ്. ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടറിൽ വളരെ വലിയ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ, ലൈഫ് ഇൻഷുറൻസുകളൊക്കെ വരുമ്പോൾ തീർച്ചയായും LIC പോലെയുള്ള ഡോമിനേറ്റിംഗ് കമ്പനികൾക്ക് അതിൻ്റെതായ ഗുണവും നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും അത്തരത്തിലൊരു പോസിറ്റീവ് ട്രെൻഡ് നമ്മുടെ LICയുടെ ഒരു പ്രൈസിലും അതുപോലെ തന്നെ ഷെയർ പ്രൈസിലും നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് ഫോക്കസ് ഓൺ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻ. അവരുടെ ഒരു ഡൈവേഴ്സിഫിക്കേഷനും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ടാർഗറ്റ് ചെയ്തിട്ടുള്ള അവരുടെ ഒരു സ്ട്രാറ്റജിയും ഫിനാൻഷ്യൽ സ്ട്രാറ്റജിയും തീർച്ചയായും LICയെ അടുത്ത 6 മാസത്തേക്ക് വളരെ നല്ല ഒരു കുതിച്ചുചാട്ടം നമുക്ക് മുമ്പിലേക്ക് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ആഭ്യന്തര മൂലധന രൂപീകരണത്തിൽ LICയുടെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. LIC പ്രീമിയങ്ങൾ കളക്ട് ചെയ്യുക മാത്രമല്ല വളരെ വലിയ ഇൻഷുറൻസ് നെറ്റ്വർക്ക് വഴി LIC പൊതുജനങ്ങളുടെ സമ്പാദ്യം സമാഹരിക്കുകയും അവയെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിൽ മാത്രം LIC കോർപ്പറേറ്റ് ബോണ്ടുകളിൽ തന്നെ ഏതാണ്ട് 80,000 കോടിയിലധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അദാനി പോർട്സിന്റെ 15 വർഷത്തെ 5,000 കോടി ബോണ്ട് ഇഷ്യൂ പൂർണ്ണമായും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഡെപ്റ്റ് മാർക്കറ്റ് വികസിക്കുന്നതിലും പരമ്പരാഗത ബാങ്കുകൾ പലപ്പോഴും ഒഴിവാക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകൾക്ക് ധനസഹായം നൽകുന്നതിലും LICയുടെ നിർണായകമായ പങ്ക് ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. ലൈഫ് ഇൻഷുറൻസ് ആക്ടും IRDA നോംസും അനുസരിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ തുടർച്ചയായ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനുള്ള സർക്കാർ പിന്തുണയുള്ള സ്ഥാപനങ്ങൾക്ക് സ്ഥിരമായ ധനസഹായം ലഭിക്കുന്നുണ്ടെന്ന് തീർച്ചയായും LIC ഉറപ്പാക്കുന്നു. ഈ ഒരു സ്ട്രാറ്റജി ക്യാപിറ്റൽ ഫോർമേഷൻ വർദ്ധിപ്പിക്കുക മാത്രമല്ല അൺസ്റ്റേബിൾ ആയ വിദേശ മൂലധനത്തെ ഇന്ത്യ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആത്മനിർഭർ ഭാരത് വിഷൻ ശക്തിപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കെതിരായ ഒരു കവചം തീർക്കാനും LIC ശ്രമിക്കുന്നുണ്ട്. ട്രേഡ് കോൺഫ്ലിക്റ്റുകൾ നോക്കുകയാണെങ്കിൽ ജിയോപൊളിറ്റിക്കൽ റിസ്ക് തുടങ്ങിയ ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് നിക്ഷേപകരുടെ കോൺഫിഡൻസ് തകർക്കുന്ന കഴിഞ്ഞ ഒരു വർഷത്തിൽ LICയുടെ സാന്നിധ്യം ഒരു ഡൊമസ്റ്റിക് ബഫർ നൽകുകയും ചെയ്യുന്നുണ്ട്. 2025 ഗ്ലോബൽ ഗ്രോത്ത് വളരെ സ്ലോ ഡൗൺ ചെയ്യും എന്ന് IMF പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാലും റഷ്യ ഉക്രൈൻ യുദ്ധം പലപ്പോഴും കമ്മോഡിറ്റി ട്രേഡ് ഫ്ലോയെ ബാധിക്കുന്നതിനാലും വിദേശ സ്ഥാപന നിക്ഷേപകർ അഥവാ FIIകൾ എപ്പോഴും ജാഗ്രത പാലിക്കുന്നുണ്ട്. FIIകൾ പിൻവാങ്ങുമ്പോൾ
ഇൻവെസ്റ്റ്മെന്റ് നിലനിർത്തിക്കൊണ്ട് LIC ഈ ഒരു വോളറ്റാലിറ്റിയെ നേരിടാനും സഹായിക്കും. പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ ഈ ഒരു കൗണ്ടർ സൈക്ലിംഗ് സ്ട്രാറ്റജി സ്ഥിരത നൽകുകയും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ റെസിലിയന്റ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. ഒന്നാമതായി ഇന്റേണൽ റെഗുലേറ്ററി റിസ്ക് ആണ്. ഇന്ത്യയുടെ സാമ്പത്തിക പാത പോളിസി അൺസർട്ടനിറ്റികളാൽ നിറഞ്ഞിരിക്കുന്നതാണ്. ഡികമ്പോസ്ഡ് റെഗുലേഷൻസും അതുപോലെ ഇൻഫ്ലേഷൻ കൺട്രോളും കൂടുതൽ ഡീപ്പായിട്ടുള്ള ബോണ്ട് മാർക്കറ്റുകളുടെ ആവശ്യകതകളും ഒക്കെ LICയുടെ മുമ്പിലുള്ള ഒരു വെല്ലുവിളിയാണ്. ഇതിൽ തന്നെയും പണപ്പെരുപ്പം നിയന്ത്രിക്കാനാണെങ്കിലും RBI പലിശ നിരക്കുകൾ കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇൻകം സ്റ്റാഗ്നേഷനും വെൽത്ത് അർബൻ ഡിമാൻഡും കൺസേൺ ആയിട്ട് തുടരുന്നുണ്ട്. കോമ്പറ്റീഷൻ നോക്കിയാണെങ്കിൽ HDFC ലൈഫ്, ICICI പ്രൊഡൻഷ്യൽ പോലുള്ള സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് LICക്ക് ഇപ്പോൾ കടുത്ത കോമ്പറ്റീഷൻ നേരിടുന്നുണ്ട്. കൂടാതെ വികസിച്ചുകൊണ്ടിരിക്കുന്ന IRD നിയമങ്ങൾ പലപ്പോഴും കർശനമാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കംപ്ലയൻസ് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും LICക്ക് അതൊരു ബാധ്യതയായിട്ട് മുന്നിൽ വരാറുമുണ്ട്. ഉയർന്ന മാർജിൻ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രോഡക്റ്റുകളിലേക്കുള്ള തന്ത്രപരമായ മാറ്റം കാരണം LICയുടെ ഓപ്പറേറ്റിംഗ് ഇൻകം പോലും 2025 സാമ്പത്തിക വർഷത്തെ Q4 കുറഞ്ഞിരുന്നു. ലോങ് ടേം പ്രോഫിറ്റബിലിറ്റിക്ക് ഈ ഒരു മാറ്റം വളരെ പ്രധാനമാണ്. പക്ഷേ ഷോർട്ട് ടേം പ്രീമിയം ഗ്രോത്ത് തീർച്ചയായും ഒരു സമ്മർദ്ദത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യം കൂടെ ഇവിടെ ഉണ്ട്. വരാനിരിക്കുന്ന സർക്കാർ ഓഹരി വിറ്റഴിക്കൽ ചിലപ്പോൾ ഒരു സൂക്ഷ്മമായ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഈ കോംപ്ലക്സിറ്റി വർദ്ധിക്കുന്നതിനൊപ്പം 2026 സാമ്പത്തിക വർഷത്തോടെ LICയിൽ 2 മുതൽ 3% വരെ സ്റ്റോക്കുകൾ വിൽക്കാൻ ഗവൺമെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 2027ഓടെ LIC പാലിക്കേണ്ട സെബിയുടെ 10% കുറഞ്ഞ പൊതു ഓഹരി പങ്കാളിത്ത നിയമത്തിന്റെ ഭാഗമായാണ് ഈ ഒരു നീക്കം നടത്തുന്നത്. കൂടുതൽ റീറ്റെയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കുമെങ്കിലും പ്രോഫിറ്റബിലിറ്റിക്കും അതുപോലെ തന്നെ പൊതുസേവനത്തിനുമിടയിൽ ഒരു ഡെലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബാലൻസ് ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഈ ഒരു ചലഞ്ചുകൾക്കിടയിലും LIC ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഒരു കൺസേൺ ആയിട്ട് തുടരുന്നുണ്ട്. മാർക്കറ്റ് കറക്ഷനുകൾക്കിടയിലുള്ള അതിന്റെ സ്ഥിരമായ ഇൻവെസ്റ്റ്മെന്റുകൾ IT, ഫാർമ, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖല തുടങ്ങിയ പ്രധാന മേഖലകളിൽ ഉടനീളമുള്ള സ്ട്രാറ്റജിക് ക്യാപിറ്റൽ അലോക്കേഷൻ, അതിന് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലുക്ക് എന്നിവ ഒരു ഓഹരി വിപണിക്ക് ആവശ്യമായ ഒരു കോൺഫിഡൻസ് നൽകുന്നുണ്ട്. ഒരു നിയുക്ത സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടഡ് ഇൻഷുറർ എന്ന നിലയിൽ LICയുടെ സാമ്പത്തിക തീരുമാനങ്ങൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിരതയെ നേരിട്ട് സ്വാധീനിക്കുന്നു. LICയുടെ 2025 ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ലോങ് ടേം ഗ്രോത്തിനെ LIC പിന്തുണയ്ക്കുന്നതിനാൽ ഡിജിറ്റൽ എക്കണോമി, ഫാർമ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഉൽപാദനം, റിന്യൂവബിൾ എനർജി തുടങ്ങിയ ഹൈ ഗ്രോ മേഖലകളിലാണ് ഈ ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് നിലനിൽക്കുന്നത്. ശക്തമായ ആഭ്യന്തര ആവശ്യകതകളും സർക്കാർ പിന്തുണയും ഈ ഒരു സെക്ടറുകൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കും. ഇത് തീർച്ചയായും ലോങ് ടേം പോർട്ട്ഫോളിയോ ഉൾപ്പെടുത്തലിന് അനുയോജ്യമായിട്ട് LICയെ മാറ്റുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഓഹരികൾ വിൽക്കുമ്പോൾ LIC ആണത് വാങ്ങുന്നത്. അതുകൊണ്ട് തീർച്ചയായും LICയുടെ ഈ ഒരു വാങ്ങലുകൾ എപ്പോഴും വളരെ ലോവർ ലെവലിലായിരിക്കും. ആ ലോവർ ലെവലിൽ നിന്ന് ഒരു ഹയർ ലെവലിൽ എത്തുമ്പോഴായിരിക്കും LIC തീർച്ചയായിട്ടും ഈ ഒരു ഷെയറുകൾ വിറ്റുമാറാറുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ നല്ല ഒരു പ്രോഫിറ്റ് LICക്ക് ഇത്തരത്തിലുള്ള മാർക്കറ്റ് ഇടപെടലുകളിലൂടെ ലഭിക്കുന്നുണ്ട്. ആ ഒരു ലാഭം LICക്ക് തീർച്ചയായിട്ടും വളരെ നല്ല ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ നൽകുന്നുമുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. LIC വെറും ഒരു ഇൻഷുറൻസ് കമ്പനിയല്ല, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ സൈലന്റ് പ്രൊട്ടക്ടർ ആണ്. FIIയുടെ വിറ്റഴിക്കലുകളുടെ സമയത്ത് വിപണിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണ പദ്ധതികൾക്ക് ഫണ്ടിംഗ് നൽകുന്നതിലൂടെയോ ആകട്ടെ LICയുടെ എൻഡറിംഗ് ഇൻഫ്ലുവൻസ് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ രൂപപ്പെടുത്തുന്നു. റിഫോംസ് വെല്ലുവിളികൾ വികസിക്കുകയും കൂടുതൽ ആഴത്തിലാകുകയും ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വിപണി സ്ഥിരതയും ദേശീയ സാമ്പത്തിക സുരക്ഷയും നിലനിൽക്കുന്നതിനാൽ LIC ഒരു ക്രിട്ടിക്കൽ റോള് വഹിക്കുന്നുണ്ട്. LICയുടെ ഈ ഒരു സ്വാധീനം തീർച്ചയായും അവർക്കും നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കി തരുന്നുണ്ട്. അതിന്റെ ബെനിഫിറ്റ് ഷെയർ പ്രൈസിലും നമുക്ക് കാണാൻ കഴിയും. LICയുടെ ഈ ഒരു സ്വാധീനത്തെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? അത് തീർച്ചയായും ഞങ്ങളെ കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ തീർച്ചയായിട്ടും അതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വരിക. അപ്പോൾ വീണ്ടും കാണാം. ബൈ.